പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. വേറൊരാളുണ്ട് തിരിച്ചട ഈ ഇടയ്ക്ക് പോയി മീറ്റ് ചെയ്യൊക്കെ ചെയ്തു അദ്ദേഹത്തെ. നമ്മുടെ ആറാട്ട് അണ്ണൻ. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. നമ്മുടെ ആറാട്ടാണ് സന്തോഷ് വർക്കി. പുള്ളിക്കാരന്റെ സൗണ്ടാണ് ഞാനിപ്പോ പുതിയതായിട്ടൊന്ന് പഠിക്കാൻ നോക്കിയത്. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയിലാ. എത്രത്തോളം നന്നാന്ന് അറിയില്ല. ഇതിന്റെ അഭിപ്രായം ആറാട്ടെണ്ണ ഇടണം കേട്ടോ. അപ്പൊ ആറാട്ടണ്ണൻ ഒരു ആനപ്പടം കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം റിവ്യൂ പറയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. ബേസിക്കലി ഞാനൊരു ആനപ്രേമിയാണ്. ഇത് നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ആനക്ക് നല്ല സ്ലോ മോഷൻ ഉണ്ടായിരുന്നു. എടാ നീ പിടിക്കണല്ലോ. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്റർവെൽ വരെ അതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ്, അതിനുശേഷം കഥയാണ്. അതിന്റെ പേട്ടാ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആനയുടെ സ്ലോ മോഷനൊക്കെ വളരെ ഗംഭീരം, ഇന്റർനാഷണൽ ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് നായികന്റെ കൂടെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. നീ ഊതിക്കുക, പക്ഷേ അതിപ്പിലൂതുന്ന ആസനത്തിലൂതൻ. പക്ഷേ എനിക്ക് പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നി. കാരണം വൺ സൈഡിൽ ഭയങ്കര പെയിൻഫുൾ ആണ്. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ.